ഭൂമിയിലെ 80 വർഷത്തെ ജീവിതത്തേക്കാൾ ദൈർഘ്യമുള്ളതായി ശുദ്ധീകരണ സ്ഥലത്തിലെ ആ 2 മണിക്കൂർ എനിക്ക് അനുഭവപ്പെട്ടു. ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിച്ച ബിഷപ്പ് തന്നോട് വെളിപ്പെടുത്തിയ കാര്യത്തെപ്പറ്റി സ്പാനിഷ് സന്യാസിനി വാഴ്ത്തപ്പെട്ട മദർ മരിയ എസ്പെറൻസയുടെ സാക്ഷ്യമാണ് ഇത്. മദറിന്റെ വാക്കുകളിലേക്ക്. കർത്താവ് എന്നോട് പറഞ്ഞു, എത്ര മഹത്വത്തോടെയാണ് ബിഷപ്പ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. എന്നിട്ട് കർത്താവ് അപ്രത്യക്ഷനായി. ശേഷം പ്രഭാമയമായ രൂപത്തിൽ ബിഷപ്പ് വന്നു. ബിഷപ്പ് അവളോട് പറഞ്ഞു, മദർ, കരുണയുടെ ദേവാലയത്തിന് അംഗീകാരം നൽകാൻ മദറിലൂടെയുള്ള ഇടപെടൽ എന്റെ സ്വർഗപ്രവേശനത്തിന് ഒരു കാരണമായി ഭവിച്ചു. അതിന് നന്ദി പറയാൻ കർത്താവ് എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു. കർത്താവിനെ അത് വളരെ സന്തോഷിപ്പിച്ചു. ഇപ്പോൾ എനിക്ക് സ്വർഗത്തിന്റെ മഹത്വം നിത്യത മുഴുവൻ ലഭിക്കും. പക്ഷേ ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് ശുദ്ധീകരണ സ്ഥലത്ത് വളരെയധികം യാതന നേരിട്ടിരുന്നു. മദർ മറുപടി പറഞ്ഞു, അഭിമന്യ പിതാവേ, പക്ഷെ ഇന്നലെയല്ലേ റോമിൽ വെച്ച് അങ്ങ് മരിച്ചത്? 2 ദിവസം മാത്രമല്ലേ ആയിട്ടുള്ളൂ. പിന്നെ നീണ്ടകാലം കഷ്ടപ്പെട്ടുവെന്ന് എന്നോട് പറയുന്നത് എന്തുകൊണ്ട്? ബിഷപ്പ് അവളോട് ഉത്തരം പറഞ്ഞു, മദർ, പരലോകം ഭൂമിയിൽ ജീവിക്കുന്നത് പോലെയല്ല. ഭൂമിയിൽ എൻ്റെ 80 വർഷത്തെ ജീവിതത്തേക്കാൾ വളരെയധികം കഷ്ടപ്പാടുകൾ ഈ 2 ശുദ്ധീകരണ ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ചു. കാരണം ആത്മാവ് മരിക്കുമ്പോൾ അത് ദൈവം മുൻപാകെ സ്വയം പ്രത്യക്ഷപ്പെടുകയും ദൈവ സാന്നിധ്യത്തിൽ ജീവിതത്തിൽ കർത്താവിനെ അവഗണിച്ചുകൊണ്ട് ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് ആത്മാവ് ലജ്ജിക്കുകയും ചെയ്യുന്നു. നിത്യജീവിതം നിലവിലുണ്ടെന്നും ഭൂമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർത്താവിനെ സ്നേഹിക്കുക എന്നതാണെന്നും എല്ലാവരോടും പറയണം. മറ്റെല്ലാം ഉപയോഗശൂന്യമാണ്. ഇഹലോക ജീവിതം മാത്രം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളുടെ അർത്ഥശൂന്യതയും നശ്വരതയും വെളിപ്പെടുത്തുന്നതാണ് ഈ സംഭവം. തന്റെ വിശുദ്ധരിലൂടെ കർത്താവ് നമ്മുടെ ആത്മരക്ഷയ്ക്കായി വെളിപ്പെടുത്തിയിട്ടുള്ള ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ കണ്ണ് തുറപ്പിക്കട്ടെ.